ഹലോ, ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീനാണ്. ഞാനൊരു 4:30ക്കാണ് കേട്ടോ ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് ഒരു 6:15 ആയി. അപ്പം ചില ഗുഡ് ഹാബിറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വലിയ ബുക്സ് ഒന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള റീഡേഴ്സ് ഡൈജസ്റ്റ് വായിക്കാത്ത സംഭവങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് എന്താ പറയുക ഫീച്ചേഴ്സ് ആയിരിക്കുമല്ലോ, അതാണ് ഇപ്പോൾ വായിക്കുന്നത്. അപ്പം 4:30ക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോർണിംഗ് ഹാബിറ്റ്സ് ലൈക്ക് റീഡിങ്, ജേർണലിങ്, എന്താ പറയുക സിറ്റിംഗ് ക്വയറ്റ്ലി ഇൻ സൈലൻസ്, അങ്ങനെയുള്ള നല്ല നല്ല ഹാബിറ്റ്സ് ചെയ്യാനുള്ള കുറച്ച് സമയം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു 4:30 ആകുമ്പോൾ എണീറ്റ് കുറച്ച് നേരം ഒരു സൈലൻസിൽ പയ്യെ എഴുന്നേൽക്കുള്ളൂ. പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഞാൻ അന്നത്തെ ഡേയിലെ കാര്യങ്ങൾ എഴുതി വയ്ക്കും. പിന്നെ ചെറിയ രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്ത ഡേയ്സ് ഉണ്ട്, ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണലിംഗ് ഉണ്ടല്ലോ, ഒരു സെൽഫ് അവെയർനെസ് ജേർണലിംഗ്, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഒരു ആപ്പാണ്, സ്നാപ്പിറ്റെന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബുക്കിൻ്റെ സമ്മറൈസ്ഡ് വേർഷൻസ് നമുക്ക് കിട്ടും. ബുക്ക് സ്നാപ്പ് എന്നാണ് കേട്ടോ പേര്. അതിൻ്റെ പ്രീമിയത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം 3 ബുക്സ് വരെ സമ്മറൈസ്ഡ് വേർഷൻ, അപ്പം നമുക്ക് സമയമില്ലാത്തവർക്ക് അതൊരു നല്ല ഓപ്ഷനാണ്. അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാം. ഒരു 10, 15, 20 മിനിറ്റും കൊണ്ട് ഒരു ബുക്കിൻ്റെ സമ്മറി നമുക്ക് കിട്ടും. അപ്പം തൽക്കാലം നമുക്ക് ഒരു ബുക്ക് ഫുള്ളായിട്ട്, ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ ട്രൈ ചെയ്തിട്ടൊരു ഫുള്ളായിട്ടൊരു ബുക്ക് വായിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല പല റീസൺസ് കൊണ്ട്. അപ്പം എങ്കിലും ബുക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യണമെന്ന് പറയുമല്ലോ, അപ്പോൾ ആ ഒരു ആഗ്രഹവും കൂടിക്കൊണ്ട് ഞാനിപ്പം ഈ ബുക്ക് സ്നാപ്പ് എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു 3 ബുക്ക് വരെ നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ലോങ് ബുക്കിലാണ് ഇപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ എഴുതുന്നത്. അപ്പം ഞാൻ ആ ഒരു ബുക്കിൽ ചിലപ്പോൾ ഗ്രോസറിയും, ഒരു ലോങ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ആ ബുക്ക് അങ്ങ് നിറയ്ക്കാനൊരു അന്നത്തെ ഡേറ്റും ഇട്ടിട്ട് അന്നത്തെ കാര്യങ്ങൾ ഒരുവിധം എല്ലാം തന്നെ പ്ലാൻ ചെയ്യും. പിന്നെ ബ്ലോക്സ് ആയിട്ട് പ്ലാൻ ചെയ്യും. അതായത് ഈ 4:30 to 9 എന്ത് ചെയ്യണം, 9-നാണ് എനിക്ക് ഓഫീസ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 to 12 എങ്ങനെ പ്ലാൻ ചെയ്യും. പിന്നെ അതിന് മുന്നേ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതുമെല്ലാം ഞാൻ ഈ ഒരു ബുക്കിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പം എഫർമേഷൻസ് എഴുതും, ചിലപ്പം പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം. ഇനി സെപ്പറേറ്റ് ബുക്ക് എടുക്കാനൊന്നും എനിക്ക് സമയമില്ല. അപ്പം ലോങ് ബുക്കായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു മാക്സിമം ഒരു 2 പേജിൽ അന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജേർണൽ പ്രോംപ്റ്റ്സ് ഉണ്ടാവുമല്ലോ, അതായത് 100 സെൽഫ് അവെയർ ജേർണലിംഗ് പ്രോംപ്റ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ആൻസർ നമ്മൾ ചുമ്മാ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറ്റുന്ന പോലെ നമ്മൾ കുറച്ച് പോസിറ്റീവ് ഹാബിറ്റ്സൊക്കെ ഡെയിലി ബേസിസിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു പോവുകയാണ്. പിന്നെ അതിന് ശേഷം ഒരു എന്താ പറയുക, ഇന്നിപ്പം ഒരു 6:45 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നേക്കുന്നത്. ഇച്ചിരി ലേറ്റായിട്ട് വന്നേക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, മോന് സ്കൂളിൽ പോകാൻ ഇവിടെ നിന്നായതുകൊണ്ട് കുറച്ചും കൂടി ലേറ്റായിട്ടാണ്. മുന്നേ 7:15 ആയിരുന്നു പോവേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 7:45 ആയപ്പോൾ എനിക്ക് വീണ്ടും ഒരു 30 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടി. അങ്ങനെ ഞാൻ ഇപ്പം ഇതുപോലുള്ള കുറച്ച് ഹാബിറ്റ്സൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലോട്ട് വരുന്നത്. പിന്നെ കഴിയുന്നതും ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ നോക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള കുറേ ഐറ്റംസ് പ്രിപ്പറേഷൻ ചെയ്ത് വയ്ക്കാറുണ്ട്. മോൾക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം അവൾക്ക് സ്കൂളിൽ നിന്ന് ലഞ്ചുണ്ട്, പക്ഷേ സാധാരണ ചോറും കറിയും കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, മുട്ടയും ചില്ലി ഫ്ലേക്സും ചീസും എല്ലാം ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ചെയ്യുന്ന പോലെ ചപ്പാത്തിയിൽ
അതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ചപ്പാത്തിയും മുട്ടയും കൂടി ആകുമ്പോഴത്തേനും അത്യാവശ്യം ഫില്ലിങ്ങും ആണല്ലോ. അപ്പം ആ ഒരു കാര്യമാണ് രാവിലെ ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ കഴിക്കാനും അവർക്ക് കുറച്ച് ഈസിയാണല്ലോ ഈ റോൾഡ് ചപ്പാത്തിയൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. രാവിലത്തെ മോർണിംഗ് ഹാബിറ്റ്സിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മിറക്കിൾ, എത്രയും നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്കൊരു മിറക്കിൾ മോർണിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ സൈലൻസിലിരിക്കുക. സേവേഴ്സ് എന്നാണ് കേട്ടോ ഇതിന് പറയുക. സൈലൻസിലിരിക്കുക, പിന്നെ അഫർമേഷൻസ് എഴുതുക, വിഷ്വലൈസേഷൻ ചെയ്യുക, പിന്നെ എക്സസൈസ്, റീഡിങ്, പിന്നെ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജേർണലിംഗ്, ടു ഡു ലിസ്റ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കുറേശ്ശെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് എങ്കിലും രാവിലെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ലോങ് ബുക്ക് കിച്ചണിലോട്ടും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ നോട്ട് ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ചപ്പാത്തി സ്നാക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. അതായത് ഞാൻ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ആണ് വാങ്ങി വെക്കാറ്. അപ്പോൾ അത് 2 ചപ്പാത്തി ഉണ്ടാക്കുന്നു. പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്ത് അതിനകത്തോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സും ഉപ്പും ആഡ് ചെയ്യുക. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസും. അപ്പം ചപ്പാത്തി ചുട്ടതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇപ്പോൾ ചീസും ഇട്ടാൽ ചീസും മെൽറ്റാവും. അപ്പോൾ ഇത് വേവുന്നത് വരെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ആ ഓംലെറ്റ് ചപ്പാത്തിയും കൂടി മിക്സായിരിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 8 ഒക്കെ ആകുമ്പോഴത്തേനും 8:15 ആകുമ്പോഴത്തേനും കുട്ടികൾ സ്കൂളിലോട്ട് പോവും. പിന്നെ 9 ആകുമ്പോഴത്തേനും ഞാൻ പറഞ്ഞിട്ടില്ലേ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. പിന്നെ മിക്കവാറും ലഞ്ചിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി, കറി അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യും, ചോറ് വയ്ക്കും. പിന്നെ ഒരു ലോഡ് ലോണ്ട്രി മുന്നത്തെ പോലെ തന്നെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോണ്ട്രി ഏരിയ ഒന്നും കിച്ചൻ്റെ അടുത്തല്ല, നമ്മുടെ കുറച്ച് അപ്സ്റ്റെയർസ് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പാടാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പവും പിന്നെ കുത്തി ഒഴിച്ച മുട്ടക്കറി എന്ന് കേട്ടിട്ടില്ലേ. മസാലയിൽ നമ്മൾ മുട്ട പുഴുങ്ങിയിടാതെ മുട്ട കുത്തി ഒഴിച്ച് മുട്ട വേവിച്ചെടുക്കുന്ന ആ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊക്കെ ശേഷം കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരുന്നു. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലെ സ്ക്രീൻ സേവർ അല്ല, ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഷുഗർ ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു മോട്ടിവേഷനാണ്. ഷുഗർ ഇൻടേക്ക് കുറച്ചാൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ 9 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മളുടെ ഓൺലൈൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കൊക്കെയാണ് നമ്മുടെ മോർണിംഗ്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സെറ്റായി വരുന്നുള്ളൂ. നമ്മൾ ഇത്രയും നാളും താമസിച്ച ഒരു സ്പേസിൽ നിന്ന് മാറി വേറൊരു സ്പേസിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ കംഫർട്ട് ബ്രേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പയ്യെയാണ് സെറ്റായി വരുന്നത്. വീട് മൊത്തം സെറ്റായിട്ടുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ യൂട്യൂബും നടന്നു പോകുന്നുണ്ട്. ബിക്കോസ് യൂട്യൂബ് ഇസ് മൈ ഹാപ്പി പ്ലേസ്. അപ്പം അത് സൈഡ് ബൈ സൈഡ് എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തി ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കൊച്ചു മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.